ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. 4 പതിറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന തന്റെ കരിയറിൽ പ്രിയൻ പലർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ താരമായിരുന്ന മോഹൻലാലും പ്രിയനും തമ്മിലുള്ള അടുപ്പവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ അടുത്തിടെ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ മറുവശത്ത് മോഹൻലാലിന്റെ അടുത്ത സഹായി കൂടിയായ ആന്റണി പെരുമ്പാവൂരായിരുന്നു ഉണ്ടായിരുന്നത്. ആരോപണം ഉന്നയിച്ചതാവട്ടെ പ്രിയന്റെയും മോഹൻലാലിന്റെയും അടുത്ത സുഹൃത്ത് സുരേഷ് കുമാറും. നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയൻ ഒരുക്കിയ മോഹൻലാൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് വലിയ കടക്കണിയിൽ ആയതും അതിന് കാരണമായ പ്രതികാര കഥയൊക്കെ പങ്കുവെക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിന്റെ നിർമ്മാണവേളയിൽ കരഞ്ഞുകൊണ്ടാണ് പ്രിയൻ എന്റെ അടുത്തേക്ക് വന്നത്. അതിന് കാരണം നിർമ്മാതാവ് സാജൻ വർഗീസിന്റെ ഒരു തീരുമാനമായിരുന്നു. ഈ ചിത്രത്തിൽ ലിസിയെ വേണ്ടെന്നായിരുന്നു സാജന്റെ നിർദ്ദേശം. പ്രിയനും ലിസിയുമായുള്ള പ്രണയം കത്തുനിൽക്കുന്ന സമയമായിരുന്നു അത്. തന്റെ പ്രാണപ്രിയയെ ആ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ പ്രിയൻ വലിയ ദുഃഖത്തിലായിരുന്നു. പ്രിയനെ പോലൊരു സംവിധായകനെ പിണക്കിയത് സാജൻ ചെയ്ത വലിയൊരു ബുദ്ധിമോശമായി പോയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ മലമ്പുഴയിലും നവോദയ സ്റ്റുഡിയോയിലുമായി കടത്തനാടൻ അമ്പാടിയുടെ ജോലികൾ തുടങ്ങി. ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടുള്ള സെറ്റാണ് ചിത്രത്തിനായി പണി കഴിപ്പിച്ചത്. പണം വാരിക്കോരി ചിലവഴിച്ചു. അവിടെ വച്ചാണ് ചിത്രത്തിന്റെ ഷൂട്ടും അതോടൊപ്പം സാജന്റെ കൗണ്ട് ഡൗണും തുടങ്ങിയതെന്ന് പറയാം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കവേ ഓറിയന്റൽ ഫിനാൻസ് കമ്പനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണം ഷൂട്ടിങ്ങിനായി എത്തിത്തുടങ്ങി. ഏതോ ഇംഗ്ലീഷ് ചിത്രം കണ്ട് അതുപോലെ ടണൽ വേണമെന്ന് പ്രിയൻ പറഞ്ഞപ്പോൾ അതുണ്ടാക്കി. പക്ഷേ ലക്ഷങ്ങൾ മുടക്കി ഉണ്ടാക്കിയ ആ ടണൽ ടാങ്കിലെ ശക്തമായ വെള്ളമൊഴുക്ക് കാരണം തകർന്നടിഞ്ഞു. അപ്പോഴേക്കും ഓറിയന്റൽ ഫിനാൻസ് വലിയ പ്രതിസന്ധിയിൽ ആയിരുന്നു. എങ്ങനെയെങ്കിലും പണം തീർത്തു തരാൻ സാജൻ ആവശ്യപ്പെട്ടെങ്കിലും ആ ദയനീയ അഭ്യർത്ഥനയിൽ പോലും പ്രിയന്റെ മനസ്സ് അലിഞ്ഞില്ല. ഒടുവിൽ സാജന്റെ കമ്പനി പൊട്ടി. ചൗധരിയിൽ നിന്ന് പണം പണയം വച്ച് സാജനെ പണം വാങ്ങേണ്ടി വരികയും ചെയ്തു. ഒടുവിൽ കോടതിയുടെ ഇടപെടൽ മൂലമാണ് ചിത്രം റിലീസ് ചെയ്തത്. നവോദയയെ ആണ് അതിനായി ചുമതലപ്പെടുത്തിയത്. എന്നാൽ ചിത്രം വൻപൻ പരാജയമായി മാറുകയാണ് ചെയ്തത്. പ്രിയദർശൻ വലിയ സംവിധായകനുമായി മാറി. ഇത്രയൊക്കെ അനുഭവിച്ച സാജൻ വർഗീസ് കൂടുതൽ നല്ല നിലയിൽ എത്തുകയും ചെയ്തു. ആലപ്പി അഷ്റഫ് പറഞ്ഞു.